വർമ്മയുടെ ഫ്ലാറ്റിൽ ഞാൻ പോയിരുന്നു മാഡം, അങ്ങേരുടെ പുതിയ മോഡലിനെ കാണാൻ. അവളെ ഞാൻ കണ്ടു, വെരട്ടി, ഒതുക്കി. യെസ്, അവൾ ആ കോൺടെസ്റ്റിൽ പങ്കെടുക്കില്ല. മാത്രമല്ല, ഇന്നുച്ചയ്ക്ക് വർമ്മ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രസ് മീറ്റിലും അവൾ വരില്ല. എത്രയും പെട്ടെന്ന് അവൾ നാട്ടിലേക്ക് തിരിച്ചു പോകും. അത് മാഡം, ഞാൻ കുറച്ച് പണം ഓഫർ ചെയ്തിരുന്നു. ജസ്റ്റ് ഒരു 50,000 dirhams. അല്ല, അത് കൂടുതലല്ലായിരിക്കുമല്ലോ അല്ലേ? ഇറ്റ്സ് ഓക്കെ സത്യൻ, പണം ഓഫീസിൽ നിന്ന് മേടിച്ചോളൂ. ഒരു കണക്കിന് രക്ഷപ്പെട്ടു. വാട്ട്? അല്ല, അവർ 1 ലക്ഷം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലേ. മണി ഈസ് നോട്ട് എ പ്രോബ്ലം സത്യൻ. എനിവേ, താങ്ക് യു സോ മച്ച്. സത്യൻ മാഡം, ഏതായിരുന്നു പെൺകുട്ടി? അത് നാട്ടിലേതൊരു പാവം പെൺകുട്ടി, അല്ലെങ്കിൽ പൈസക്ക് മറിയില്ലല്ലോ മാഡം. അതല്ല ഞാൻ ചോദിച്ചത്, ഇന്നലെ നമ്മൾ ഫാം ഹൗസിൽ നിന്നപ്പോ അവിടെ വന്ന പെൺകുട്ടി. ഫാം ഹൗസില് അവിടെ ഏത് പെൺകുട്ടി? സത്യന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ കൂടെ. ഫ്രണ്ട്? ഫാം ഹൗസിൽ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടായുള്ളൂ. ഞാൻ ഒറ്റയ്ക്കല്ലേ മാഡത്തിനെ തിരിച്ചുണ്ടാക്കിയത്. അവിടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, മാഡം ഒറ്റയ്ക്കായിരുന്നു. പിന്നെ അവിടെ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു, അത് ഒറ്റയ്ക്കായിരുന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നിയതാണോ? താണുമല്ല, താണ് തോന്നിയതാണ് ശരിക്കും. Anyway, leave it. Thanks, Satyan. Thank you for everything. That's my duty, madam. അയ്യോ, എന്നമ്മേ രക്ഷപ്പെട്ടു. പിന്നെ പെട്ടു. ഹലോ സാറേ. അഞ്ജലി അവളിവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? സാറേ, തലയിലേക്ക് ഒന്നും മഞ്ഞില്ല. ഒരു മിനിറ്റ് ഞാനൊന്ന് ആലോചിച്ചോട്ടെ. സാറേ, ഒരു കാര്യം ചെയ്യ്. സാർ അഞ്ജലി ഇപ്പൊ കാണണ്ട. ഞാനിപ്പോ നേരിട്ട് വരാം. സാറ് പേടിക്കണ്ട, അവളങ്ങനെ പോവില്ല. ഞാനല്ലോ ഉറപ്പ് പറയണത്. ഓക്കേ മാം? നോ താങ്ക് യു. മിസ്റ്റർ ആനന്ദ് വർമ്മ. എക്സ്ക്യൂസ് മീ സർ. യെസ്, എക്സ്ക്യൂസ്ഡ്. നിന്റെയൊക്കെ ആനന്ദ് വർമ്മയ്ക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാൻ പേടിയാണെന്ന്, എന്റെ കണ്ണിലെ തീക്ഷ്ണത സഹിക്കാൻ പറ്റണില്ലെന്ന്. വേണ്ട, എനിക്ക് ഫോണിൽ കൂടി സംസാരിക്കാലോ. 2 കിലോ. എടോ വർമ്മേ, താൻ ഇത്ര വലിയ തെണ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലടോ. അൾട്ടിമേറ്റ് ചെറ്റേ, തന്റെ കൂടെ ചേരാതെ തന്റെ ഭാര്യയുടെ കൂടെ ചേർന്നതിന്റെ പക പോക്കാനല്ലടോ താൻ നാട്ടിൽ നിന്ന് അഞ്ജലി ഇങ്ങോട്ട് പൊക്കിയത്. അരുതേ, ചെയ്യരുതേ, കൊണ്ടുവരരുതേ എന്നൊക്കെ തന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞില്ലടോ. എന്നിട്ടും താൻ കേട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടാണ് താൻ അവളെ കൊണ്ടുവന്നതെന്ന് ഞാൻ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. താൻ എനിക്കിട്ടൊരു ബ്രഹ്മ വെച്ചപ്പോ അഞ്ജലിയെ കാണിക്കാൻ തന്റെ കെട്ടുകളെ കെട്ടിപ്പിടിച്ച് ഞാൻ അവിടെ ഒരു ഡാൻസ് കളിച്ച് അവളെ തെറ്റിദ്ധരിപ്പിച്ചു. എനിക്കറിയായിരുന്നു അവളപ്പം തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. താൻ ആരാന്നാണോ തന്റെ വിചാരം? മോന്ത നിറച്ച് താടിയും തൊണ്ട നിറച്ച് ബാസും പോസ്റ്റിന്റെ പൊക്കവും. എടോ, താൻ ഫാഷൻ കൊണാണ്ടർ ആണെങ്കിലേ കാട്ടാനയ്ക്ക് വരെ അണ്ടർവെയർ തയ്ക്കുന്ന ഗജറ്റ് ടൈലർ ആണോടോ ഞാൻ. അഞ്ജലി ഐശ്വര്യയൊക്കെ താൻ തിളപ്പിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതങ്ങോട്ട് വാങ്ങി വെച്ചേക്കടോ അടുപ്പിന്ന്. എടോ, താനൊന്നും നഷ്ടപ്പെടുത്തണ്ട. അവളെ കൊണ്ടുവരാൻ വേണ്ടി താൻ ചെലവാക്കിയ എന്റെ 4 ഇരട്ടി 50,000 dirhams. ഇനി റാംബേൽ അവളെ കയറ്റാൻ നോക്കിയാ മുടിഞ്ഞ മോനെ മുണ്ടാട്ടി മോറ ഡെപ്യൂട്ടി കൊണസ തന്റെ അമ്മൂമ്മയുടെ 16 വെക്കണോ ഫോൺ. അല്ല പിന്നെ എന്നോടാ കളി. ഓ മൈ ഗോഡ്, അഞ്ജലി എന്താ ഇവിടെ? ഹലോ വർമ്മ സർ, ഞാൻ അഞ്ജലിയാണ്. പ്രസ് മീറ്റ് ക്യാൻസൽ ചെയ്യണ്ട, ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. ഇയാളിപ്പോ എന്തിനു ഉമ്മ വെക്കണത്? ഇയാൾക്കൊരു ഉമ്മ കിട്ടി പണി പോലെ. ചെലപ്പോ അച്ഛന്റെ ഉമ്മയായിരിക്കും. അല്ല, അച്ഛനുമാറിന് തെറ്റല്ലേ, ശരിക്കും വാപ്പന്റെ ഉമ്മില്ല, ശരി ഉമ്മൂമ്മ. പോടോ മാരോട്ടി മോറ. Gives me immense pleasure to announce the next contestant. ഈ നമ്പർ ആയിട്ടേക്കണേ. Representing Varma Design, Natasha.
me, ma'am. You have to keep it down. I'm sorry, sir. Something is wrong. It's not my design. I just don't care. Let me do my job. I'm sorry. മാഡം Sorry. മാഡം പ്ലീസ് എന്താ പ്രശ്നം സത്യം സത്യം ഞാൻ യെല്ലോ ഡ്രസ്സല്ലേ കൊടുത്തിരുന്നത്. But this is red. സത്യം. മാഡം റിലാക്സ് ലുക്ക് അത് യെല്ലോ തന്നെയാണ്. What? It's red. മാഡം അത് യെല്ലോ ഡ്രസ്സാണ്. മാഡത്തിന് എന്താ പറ്റിയത്? God. Madam, what happened to you? Look, she's awesome in yellow dress. Oh God. It's green now. Satyan, it's green. No, madam. Believe me, it's yellow. Madam. Green ആണ്. Hey, മാഡത്തിന് എന്താ അങ്ങനെ തോന്നണെന്ന് എനിക്കറിയില്ല. അത് യെല്ലോ ആണ്. No. Hey, believe me, that's yellow. Hey, look at her. This watch, yellow. Now it's yellow. Oh, yes, madam, that's yellow. Thank you, ji. Eta pokerata mutte nammade magic kalki pokerata. Madam. മാഡം മദ്യപിക്കരുത്. മദ്യം ചിലപ്പോൾ ചിലരുടെ തലച്ചോറിൽ വിചിത്രമായി പ്രവർത്തനം നടത്തും. ഉപബോധ മനസ്സിന്റെ അന്തർനാളുകളിൽ നിന്ന് അത് ചില വിഭ്രാമക ദൃശ്യങ്ങൾ ചകഞ്ഞെടുത്ത് നമ്മുടെ ബോധ മനസ്സിന്റെ ഉപരിതലത്തിലേക്ക് അത് പ്രതിഷ്ഠിക്കും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വാട്ട്സ് ദാറ്റ് സിംഗിൾ വേർഡ്? മസ്തിഷ്ക പ്രക്ഷാളനം. ഞാൻ മദ്യപിച്ച് നിലതെറ്റി നിൽക്കുന്നല്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഗ്ലാസ് ഓഫ് വൈൻ. മതി. ചിലർക്ക് വൈൻ പോലും വേണമെന്നില്ല. ബൈപോളാർ ഇലൂഷണറി സിൻഡ്രോം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പ്രൊഫസർക്ക് ഉണ്ടായിരുന്നു സെയിം പ്രോബ്ലം. സ്ഥിരമായി മദ്യപിച്ച ക്ലാസ്സിൽ വന്ന് പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു എന്ന പരാതിയിൽ അദ്ദേഹത്തെ പുറത്താക്കി. ബട്ട് മെഡിക്കൽ ലീഗൽ കേസിൽ അദ്ദേഹം വിജയിച്ചു. കഴിക്കുന്ന ഫുഡ് ആൽക്കഹോളായി മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ. മാഡം, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മാഡം ഇത് കഴിക്കുമ്പോൾ ചെറിയൊരു ഹാലൂസിനേഷൻ ഫീൽ ഇൻ യുവർ ഐസ്. Something waves and glimpses and the whispers of the mysteries and What? That's my feel. It's okay. Leave it. മാഡം, അന്ന് ഫാം ഹൗസിൽ വെച്ച് എൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും ഫ്രണ്ടും ഉണ്ടായിരുന്നു എന്ന് മാഡത്തിന് തോന്നിയില്ലേ? പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഹൈവേക്കരികിൽ വയലറ്റ് ഓർക്കിഡുകൾ പൂത്തു നിൽക്കുന്ന കണ്ട് മാഡം മതിമറന്നു നിന്നത് ഓർമ്മയില്ലേ? No. ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടായിരിക്കണം. ഇനി ഞാനൊരു ഞെട്ടിക്കുന്ന സത്യം പറയട്ടെ. മാഡം കണ്ടത് വയലറ്റ് ഓർക്കിഡ് അല്ലായിരുന്നു, വെളുത്ത ലില്ലിപ്പൂക്കളായിരുന്നു. ലില്ലിപ്പൂക്കൾ. നൈസ് ഫ്ലവേഴ്സ്. ഡാസ്ലിംഗ് വൈറ്റ് ഷീസ് വിത്ത് ദ ബ്രേസ്. സോറി, ഞാനൊരു സന്തോഷ വർത്തനം പറയാൻ വേണ്ടി വന്നാ. നിങ്ങളിപ്പോ ഓൾറെഡി സന്തോഷത്തിലാണല്ലോ. What the hell are you saying? സോറി ഫോർ ദ ഇന്ററപ്ഷൻ. Nonsense. ഉമ്മച്ച് കളിക്കുക. എന്നിട്ട് കുമാർ വെയിറ്റ്. എന്താ കാര്യം? ഫൈനൽ റൗണ്ടിലേക്ക് 2 മോഡൽസ് സെലക്ട് ആയത്. ഒന്ന് ഇമ്പള മോഡലും പിന്നെ വർമ്മ സാറിന്റെ മോഡലും. കുമാർ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നന്നായി. ഒരു കാര്യം കൂടി ഞാൻ മാഡത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. നേരത്തെ കമ്പനിയുടെ പ്രോഫിറ്റ് ലെവൽ കൂട്ടാനുള്ള വലിയൊരു ടാസ്ക് മാഡം എന്നെ ഏൽപ്പിച്ചില്ലേ? അന്ന് അത് അച്ചീവ് ചെയ്യാൻ എന്റെ കൂടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ആളാണ് ഈ പുഷ്പകുമാർ. ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ. അല്ലേ? ആണോ? അതെ. പക്ഷേ മാഡം ഒന്നും കാണുന്നില്ല. ഫ്രാങ്കായി പറയുന്നതിൽ വിരോധമൊന്നും തോന്നരുത്. ഇങ്ങനെ മാഡം കാണേണ്ട പലതും കാണുന്നില്ല, ഇല്ലാത്ത പലതും കാണുന്നു. മാഡത്തിനെ പേടിച്ചിട്ടാണ് പലരും പലതും പറയാത്തത്, അല്ലേ കുമാർ? സത്യം. മാഡം, ഞാനൊരു സംശയം പറഞ്ഞോട്ടെ. സംശയം മാത്രമാണ്. അന്ന് വർമ്മ സാറ് ആ മോഡലിനെ ചുംബിക്കുന്ന കണ്ടത് റിയലായിരുന്നോ, അല്ലെങ്കിൽ അതും ഇതുപോലൊരു തോന്നലായിരുന്നോ? മിസ്റ്റർ കുമാർ, എന്തോ? അന്ന് താങ്കളും കൂടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഉണ്ടായിരുന്നു. ഇതുപോലെ മാഡത്തിന് മാത്രം തോന്നിയ ഒരു മായക്കാഴ്ചയായിരുന്നു അത്, ആണോ? അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ കണ്ട കാര്യം കണ്ടു എന്ന് പറയണം. പക്ഷെ കാണാത്ത കാര്യം കണ്ടു എന്ന് പറഞ്ഞാൽ ഉണ്ട സാധനം കാണാണ്ടാവും. മാഡത്തിന്റെ നന്മയല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വർമ്മ സാറ്
ആ മോഡലിനെ ചുംബിക്കുന്ന നിങ്ങൾ കണ്ടോ? ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഓക്കെ, പിന്നെ മാഡം നേരിട്ട് കണ്ട്. അപ്പൊ ഞാൻ മാഡത്തിന്റെ കൂടെ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ കണ്ടിണ്ടാവല്ലോ. നിങ്ങൾ കണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ കണ്ടില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താൻ കണ്ടിട്ടില്ല. ഒന്നുകൂടി ആലോചിച്ച് നോക്ക് മാഡം. അന്നത്തെ കാഴ്ച അതൊരു തോന്നലായിരുന്നു. Please stop this. ഇറ്റ്സ് ഓക്കെ മാഡം, ഒന്നും ചിന്തിക്കണ്ട. ഫസ്റ്റ് യു റിലാക്സ്. ഓക്കെ, കുമാർ വരൂ. സത്യം സാറേ, യെസ്. സത്യം പറ, നിങ്ങൾ എന്തിനെന്നെ കൊണ്ട് ഇത്രയും വലിയ നുണ പറയിപ്പിച്ച്? കുമാറിനെ കുമാറിന്റെ പഴയ പൊസിഷനിലെത്തിക്കാൻ ഞാൻ നോക്കിയിട്ട് ഇതല്ലാതെ വേറെ ഒരു മാർഗം കണ്ടില്ല. സത്യം. യെസ്. എന്താ ഇത്? എന്റെ അച്ഛൻ പോലും ഇത്രയും സ്നേഹം കാണിച്ചില്ല. ഓ, ഇറ്റ്സ് ഓക്കെ. അച്ഛനൊക്കെ ഇപ്പൊ എവിടെയുണ്ട്? ഒരു പ്രത്യേക സാഹചര്യത്തിൽ അച്ഛനെ ഞാൻ തച്ചു കൊന്ന്. എന്നിട്ട് കോടതി ശിക്ഷിച്ചില്ലേ? മെന്റലാന്നുള്ളൊരു കാരണം കൊണ്ട് കോടതിനെ വെറുതെ വിട്ട്. സത്യം സാറേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഗുളിക കഴിക്കണ്ട്, 3 നേരം കഴിക്കണ്ട്, 2 നേരം കൊണ്ട് കഴിക്കണ്ട്, പിന്നെ ഷോക്ക് അടുപ്പിക്കണ്ട്. സത്യം സാറേ, ദേവികമ്മയുടെ സാറിന് തരാൻ പറഞ്ഞു. ബ്ലാങ്ക് ചെക്ക. അവന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് കൊടുക്കണം. അവരെ ഒരുമിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ജോലി. അത് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ കളം വിട്ട് പോണം. അല്ല, ഞാൻ പറഞ്ഞ സാറിന് ഫീലിംഗ് ആയോ? ബ്ലാങ്ക് ചെക്ക് എന്ന് പറഞ്ഞ പൈസ ഇല്ലാത്ത ചെക്കല്ല. പൈസ എത്ര വേണം എഴുതി. What do you think about us? We may be poor, coolies, trolley pullers, but we are not beggars. Let it be the last time. If you dare to say that word once again, I'll pull you the tongue. സോറി സാർ. ഉണങ്ങിയ ജയന. യെസ്, ദാറ്റ്സ് മീ. യെസ്, ഇറ്റ്സ് ട്രൂ. സത്യമായും സത്യനായ സത്യൻ. യെസ്, യു ആർ ലവിംഗ് സത്യനാരായൺ. You liar. You cheat. തനിക്ക് നാണാവില്ലടോ. താൻ എന്നാ നന്നാവാ? അഞ്ജലി, അമ്മച്ചിയാണ് സത്യം, ഞാനാണ് സത്യനാരായണൻ. അയ്യോ, മുട്ടുകാലിയായിട്ട് മുട്ടിലറിയാൻ കുട്ടികളുണ്ടാവില്ല. അഞ്ജലി, സംശയമുണ്ട് നിന്റെ അച്ഛനോട് ചോദിക്കുക. 7ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി MBAക്ക് 1ാം റാങ്ക് വാങ്ങിയ സത്യനാരായണൻ ആരാന്ന്. പരീക്ഷയിൽ ശരി ഉത്തരം വെട്ടിക്കളഞ്ഞത്. സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല മാമ്പഴം നിനക്ക് തന്നിട്ട് അണ്ണാച്ചപ്പത് പോകാൻ കിട്ടുന്നത് ഞാനല്ലേ? നെക്സ്റ്റ് വീക്ക് ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ചെയ്യുമല്ലേ? ഡാഡി അതിന്റെ മെയിന്റനൻസ് സൂപ്പർവൈസർ. ഇന്ന് സ്കൂളിലല്ലോ, ഞങ്ങൾ കൂടെ പോന്നതാ. രാഹുൽ എന്താ ഇവിടെ? എന്നാ പപ്പാക്ക് ഗ്ലോബൽ വില്ലേജ് മൊത്തം വാങ്ങിയാലോന്നൊരു പ്ലാൻ ഉണ്ട്. പപ്പ ഒരു ടെസ്റ്റിന് പോയിരിക്കാ. വന്നാലോടെ വാങ്ങും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ ഇറങ്ങിയതാ. പപ്പായ്ക്ക് എന്താ ടെസ്റ്റ്? സുഖമില്ലേ? അയ്യേ, എന്റെ പപ്പായ അറിയത്തില്ല. ഇത് ധോണിയല്ലേ? ഇതല്ല എന്റെ പപ്പ. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് അടിക്കാൻ പോയിരിക്കാ. അയ്യോ പപ്പ. പപ്പയോ? ധോണിയ പപ്പ എന്ന് പറഞ്ഞിട്ട്? ഹേ, ഇത് പപ്പയല്ല, പപ്പൻ. എന്താ നോണ പറയണെന്ന്? ഇത് ഞങ്ങളുടെ ഡ്രൈവർ. ഡ്രൈവറാ? ഡ്രൈവറാണെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ ചുമ്മാ ഓവർറൈഡ് എടുത്തത്. പിന്നെ ഇന്ന് ഞാൻ നിക്കടാ അവിടെ. നിന്നോട് പറഞ്ഞിട്ടില്ലടാ നോണ പറയരുതെന്ന്. പറയാതിരിക്കണമെന്നുണ്ട്, പക്ഷെ ശീലമായി പോയി പപ്പ.